രാവിലെ എന്താ നല്ല വെയിലാണ്. ഇപ്പൊ സമയം എത്ര വെച്ച് കഴിഞ്ഞാലേ 8:30 മണിയായിട്ടുള്ളൂ. ഇപ്പൊ നേരത്തെ അവിടുന്ന് നമ്മള് ചെറിയൊരു ഓട്ടം പോയി. അപ്പോ 8 മണിയായിട്ടില്ല, 7:45 അപ്പൊ ഭയങ്കര വെയില് എന്ന് മാത്രല്ല, വെയിലിന് ഭയങ്കര ചൂടും. ഇങ്ങനെയൊക്കെ ആയ എങ്ങനെയാണ് മനുഷ്യന്മാര് ജീവിച്ചു പോവുക എന്നാണ് ചില സമയത്ത് അറിയാനുള്ളൊരു എന്താ പറയാ. അപ്പോൾ കൂടുതലും ഇന്ന് ബസ്സുകള് കാര്യമായിട്ടുണ്ടാവില്ല. ബസ് സർവീസുകള് പ്രത്യേകിച്ച് ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോണ ബസ്സുകള് ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരും ഇല്ല, ഒന്നാമത് ആളുകളില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒക്കെ എന്താ പറയാ, എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനങ്ങളായതുകൊണ്ട് ഈ ബസ്സുകൾക്കൊന്നും ആള് തീരല്ല. അപ്പോ ഒക്കെ എന്താ പറയാ, മരണപ്പാച്ചില് നമ്മളവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കലും. ഓരോ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ കേൾക്കാം സമയം വൈകിയതിനെ ചൊല്ലിയിട്ടുള്ള അടി. പിന്നെ KSRTC പ്രൈവറ്റ് ബസ്സൊക്കെ പാടെ കൂടിയിട്ട് തട്ടലും മുട്ടലും. അത് KSRTC ബസ്സിന്റെ ഡ്രൈവർമാര് മുട്ടിക്കാണ് പോയിട്ട്. കാരണം അവര് തന്തയില്ലാത്ത ഒരു ഡ്രൈവിംഗ് ആണ് അധികം ചെയ്യാറ്. നമുക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി അറിയാഞ്ഞിട്ടാണോ ഇനി അയാള് തമ്മിലുള്ളൊരു ഇതാണോ എന്നും അറിയില്ല. എന്നിരുന്നാലും വളരെ മോശമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് KSRTC ബസ്സുകാരെ ഭാഗത്തുനിന്ന് നമ്മൾ കാണാറുള്ളത്. അത് നിയന്ത്രിച്ചാൽ നിൽക്കാത്തതൊന്നും അല്ല, അത് വെറും എന്താ പറയാ, അത് അവരുടെ ഒരു തരം തോന്നലാണ്. 4 ആള് കൂടിയിട്ട് ചടപടയേതാണ് കൊടുത്താൽ പിന്നെ അവന് അത് ഓർമ്മയിൽ ഉണ്ടാവും. അത് ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ജനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് ജനങ്ങൾ വേറെ രീതിയിലാണ് ഇപ്പോ. അതെന്തോ. അപ്പോ നമ്മുടെ നാട്ടില് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ നല്ല എന്താ പറയാ, ഭയങ്കര ആഘോഷമായിരുന്നു. LDFന്റെയും BJPയുടെയും UDFന്റെ ഒക്കെ ഭയങ്കര എന്താ പറയാ, കൊട്ടും പാട്ടും മേളവും പിന്നെ ഓരോ വികസന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ മണ്ണാർക്കാട് ഉണ്ടായിരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ പറയണമെന്ന് കരുതിയതാണ്. അടിയും പിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോ ഈ ഇതിനിപ്പോ ഒരുപാട് പൈസ വേണം. ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കൊട്ടും പാട്ടും ഇല്ലെങ്കിൽ വാഹനങ്ങളിൽ പ്രചരണ ജാഥക്കായിട്ട് വരുന്ന ഓരോ വാഹനങ്ങള്, ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ ഓരോ ആളുകള് ഒരു ഗ്ലാസ് ചായയെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കണം. അപ്പോ ഇതിനൊക്കെ കാശ് വേണല്ലോ. അല്ല അപ്പൊ വെറുതെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ കൊടുക്കാതെ ആരും ഒന്നും തരില്ല. പൈസ കൊടുക്കുക തന്നെ വേണം. അപ്പൊ ഇതിനുള്ള പൈസയുടെ കണക്ക് ഒന്ന് എന്താ പറയാ പറയുക വേണം. കാരണം ഈ പൈസയൊക്കെ എങ്ങനെ വരുന്നോ, കാരണം ഇതൊക്കെ ജനങ്ങളുടെ പൈസയല്ലേ, അല്ലാതെ ഇപ്പോ സർക്കാരിന്റെ പൈസയല്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പൈസയല്ല. അപ്പോ ഇപ്പൊ കോടികൾ ചെലവാക്കിയിട്ടുണ്ടാവും, കോടികള്. ഒരു നാട്ടില് ഒരാൾക്ക്, ഒരു കാൻഡിഡേറ്റിന് ഒരു കോടിയുടെ താഴെയാണെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് എത്ര ആൾക്കാര് മത്സരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ആ പൈസ വേണം. അപ്പോ മാതൃകയാവേണ്ട ആൾക്കാര് പൈസ ഇങ്ങനെ ചെലവാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് എന്താ പറയാ, അത് മുന്നോട്ട് പോവുക? ഇപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം, അത് പിന്നെ പറയണ്ട, ഞാൻ പറയണില്ല. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കൊട്ടിക്കലാശത്തിന്റെ പൈസ അത് ഒരു കൂട്ടി വെച്ചിട്ട് ഒരു വീട് കൊടുക്കുന്ന പറഞ്ഞത്. ഇനി ഒരു വീടാണോ ഇനി 2 വീടാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് ചാണ്ടി ഉമ്മന്റെ ഒരു എന്താ പറയാ, ഒരു തീരുമാനം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോ ഇതുപോലുള്ള ആൾക്കാര്, കാരണം നമ്മളിപ്പോ ദരിദ്ര എന്താ പറയാ കുടുംബം, അതിദരിദ്രമായിട്ടുള്ള ഇല്ലാത്ത കേരളാണ്. അപ്പോ നമ്മളിപ്പോ അതിദരിദ്രം ഇല്ലാത്ത കേരളം എന്ന് പറയുമ്പോ നമ്മളിപ്പോ മല കയറിയിട്ടില്ല. അതായത് ഈ
ആദിവാസികളും അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ഭാഗ്യമുള്ള ആൾക്കാരാണ്. നമുക്കിപ്പോ അത്യാവശ്യം അറിവുകളും അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണുന്ന ആൾക്കാരാണ്. അതും കൂടി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവിടെയൊക്കെ അല്ലേ ഇവര് പോയിട്ട് വീട് വെച്ചു കൊടുക്കേണ്ടതും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ. ഇതൊന്നും എന്താ പറയാ, ഇതൊക്കെ അവനവനെ എന്നുള്ള ഒരു രീതിയാണ്, ഒരു ശരിയായിട്ടാണ് അവര് കാണുന്നത്. ഓ, രാവിലെ ആ വെയില് കൊണ്ട് ഭയങ്കര വെയിലാട്ടോ. അപ്പോ എന്തായാലും നമ്മുടെ ഈ നാട്ടില് ഇനി ഓരോ പ്രശ്നങ്ങളാവും ഉണ്ടാവുക, ഓരോ പ്രശ്നങ്ങള്. ഇപ്പൊ തന്നെ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയെന്നാണ് ഇപ്പൊ കേൾക്കണത്. അതിപ്പോ നമ്മളെ ബാധിക്കില്ല എന്നൊന്നും പറയരുത്, ഒന്നും വിചാരിക്കുകയും ചെയ്യരുത്. എപ്പോ എവിടെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോ എന്താ പറയാ വണ്ടി ഇടിക്കേ, അത് നടന്നു പോകുന്ന ആൾക്കാർക്കും കൂടി ഇപ്പൊ ഭീഷണിയാണ്. കാരണം അവര് നടന്നു പോകുന്നതും പിന്നെ വാഹനം ഓടിച്ചു പോണവരും എന്താ പറയാ ഭയങ്കര ഒരു എന്തൊക്കെ രീതിയിൽ ആലോചിച്ച് പോവാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം എന്ന് പറഞ്ഞ ആൾക്കാര് ഇടതുവശം പോവും, ഇടതുവശം പോകുന്ന ആൾക്കാര് വലതുവശത്തുകൂടെ പോവും. അപ്പൊ പിന്നെ അതിന് കുറ്റം വേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളെ അടുത്ത് തന്നെയാണ് തെറ്റെന്ന് ചില സമയത്ത്. ഇപ്പൊ ഇന്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് തന്നെ ചിലപ്പോ തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ അത് തിരുത്താൻ പോയാലും പിന്നെ നമ്മൾ അങ്ങനെയാവും. എന്തോ നമുക്കറിയില്ല അതിന്റെ ഒരു ഇത് എന്താന്നുള്ളത്.